ഇടി വരുന്നുണ്ടാ? അയ്യോ ഇടി. അയ്യോ വണ്ടി കയറാം. ഓടാല പോവാ. ഹേ എവ്രി വൺ, വെൽക്കം ടു MGR വൈബ്സ്. ഇന്നൊരു കുട്ടി വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്, അതായത് 4th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ പ്രത്യേകിച്ച് പ്ലാനിങ്ങോ ആഘോഷങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. ആൾ പതിവ് പോലെ ഓഫീസിലേക്ക് പോയി ഈവനിങ് തിരിച്ചു വന്നു. അപ്പോൾ രാത്രിയിലെ ഫുഡ് പുറത്ത് നിന്നാക്കാമെന്ന് കരുതിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കസാറാസയിലേക്കാണ് കേട്ടോ പോകുന്നത്. തളിപ്പറമ്പ് മഞ്ഞക്കുള്ള കസാറാസ. അപ്പോൾ ഇത് ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഇത് 2ാമത്തെ തവണയാണ്. ഇവിടുത്തെ ഫുഡ് നല്ല സൂപ്പറാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വരാമെന്ന് കരുതിയിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 9:30 സമയം ആയിട്ടുണ്ടായിരുന്നു. റിച്ചൂസിന് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചിക്കൻ എന്നാണ് കേട്ടോ പറഞ്ഞത്. അവന് ചിക്കൻ വേണം എന്നാണ്. പുറത്ത് ഫുഡ് കഴിക്കാൻ പോവാന്ന് പറയുമ്പോൾ തന്നെ അവൻ ചിക്കൻ എന്നാണ് ആദ്യം പറയുന്നത്. അവന് ചിക്കനും പൊറോട്ടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഇതാണ് ഇവിടുത്തെ മെനു കാർഡ്. ഇവിടെ സൂപ്പ്, ചിക്കൻ, ബീഫ്, ചൈനീസ് ഗ്രേവി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, അതുപോലെ തന്നെ നാടൻ കറികളും ഇന്ത്യൻ കറികളും, അതുപോലെ തന്നെ കസാറാസ സ്പെഷ്യൽ ബിരിയാണിയും ഒക്കെ അവൈലബിൾ ആണ്. തീർന്നില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കുഴിമന്തി, പിന്നെ ബ്രെഡ് ഐറ്റംസ്, അറബിക് ഗ്രിൽസുകളുണ്ട്, തന്തൂരി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതെന്ത് വാങ്ങും എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറച്ചധികം ടൈം തന്നെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് കൊണ്ടുവരാനായിട്ട്. പറയാതിരിക്കാൻ വയ്യ, നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്പേസ് ആണ് ഇവിടെ. ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ, കുറേ ടൈം എടുത്ത് മെല്ലെ ഫുഡ് കഴിച്ച് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് പൊറോട്ടയും ചിക്കൻ ടീക്കയാണ് കേട്ടോ. ചിക്കൻ ലെമൺ ടീക്ക. പിന്നെ അത് ഇങ്ങനെ ഗ്രേവി ടൈപ്പ് അല്ലാത്തതുകൊണ്ട് ഒരു കടായി ചിക്കനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടെ കുബൂസും. നല്ല അടിപൊളി ഫുഡായിരുന്നു. പക്ഷെ എനിക്ക് ഈ ലെമൺ ചിക്കൻ ടീക്ക അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിന് ലെമണിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ റിച്ചൂസിന് എവിടെ ഫുഡ് കഴിക്കാൻ പോയാലും അവന് ജ്യൂസ് വേണം കേട്ടോ. ജ്യൂസാണ് അവൻ ആദ്യം പറയുന്നത്. അപ്പോൾ അവനൊരു ഓറഞ്ച് ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് തിന്നതൊക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ട് ലെമൺ ടീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം, നമുക്കിങ്ങനെ സംസാരിക്കാനും ഒന്നിരിക്കാനും പറ്റിയൊരു പ്ലേസിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ നമുക്ക് വെള്ളിക്കിലേക്ക് പോയാലോ എന്ന് തോന്നി. അവിടുത്തെ എക്കോ പാർക്ക് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതാ മുത്തപ്പൻ്റെ ഒരു ക്ഷേത്രം ഇവിടെ കാണാം. ഇവിടെ ഉത്സവമാണെന്ന് തോന്നുന്നു. തളിപ്പറമ്പിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാത്രമേ വരുള്ളൂ കേട്ടോ ഈ ഒരു എക്കോ പാർക്കിലേക്ക് എത്താനായിട്ട്. പകൽ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ബ്യൂട്ടി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അവിടുത്തെ കണ്ടൽ ചെടികളും അവിടുത്തെ പുഴകളും ഇതൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റും. പക്ഷേ ഈ രാത്രിയിൽ രസമാണ് കേട്ടോ. ആ ഒരു പുഴയുടെ വക്കത്തൊക്കെ പോയി ഇരുന്ന് നല്ല തണുപ്പായിരിക്കും. അത്രയും ശാന്തതയാണ് അവിടെ. അപ്പോൾ അങ്ങനെ പോയി ഇരിക്കുക. അവിടെ ഇരിപ്പിടങ്ങൾ, ഊഞ്ഞാലുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ കുറേയൊക്കെ ഊഞ്ഞാലുകളൊക്കെ പോയി അവിടുത്തെ. പിന്നെ അതുപോലെ തന്നെ ഈ സോളാർ ലൈറ്റുകൾ നിറയെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഒന്നും കാണാനില്ല. അല്ലെങ്കിൽ നമ്മുടെ വഴിക്ക് വരുന്ന വഴിക്ക് 2 സൈഡിലായിട്ട് സോളാറിൻ്റെ ലൈറ്റ് കാണാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിത് കറക്റ്റ് കാണാനൊന്നും പറ്റുന്നുണ്ടാവില്ല. മൊത്തത്തിൽ കൂരിരുട്ടായിരിക്കാം, ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്കൊരു രസമാണല്ലോ, ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി പുഴയുടെ വക്കത്തൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. നല്ല തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ തോതിൽ ഇടിയൊക്കെ മുട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു മഴക്കോളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു. നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കരുതി ആ ഒരു സമയത്ത് 11:30 ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആൾക്കാരൊന്നും കാണില്ല എന്ന് കരുതിയത്. പക്ഷേ കുറച്ച് ആൾക്കാർ ഇതുപോലെ രാത്രിയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഇവിടെയൊക്കെ വന്ന് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് സംസാരിച്ച് ഇരിക്കാൻ പറ്റിയൊരു പ്ലേസാണ് ഇവിടെ. രാവിലെന്നില്ല പകലെന്നില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്കിവിടെ വരാം, ഇരിക്കാം, പ്രകൃതി ഭംഗി അങ്ങോട്ട് ആസ്വദിക്കാം, അത്ര തന്നെ. അപ്പോൾ നല്ല ഇടിയൊക്കെ മുട്ടി തുടങ്ങിയപ്പോൾ റിച്ചൂസിന് അങ്ങോട്ട് പേടിയായിട്ടോ. പേടി മാത്രമല്ല, ഉറക്കം വരാനും ആൾക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം കണ്ടൊരു എനർജിയൊക്കെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും വീട്ടിലെത്തി ഒന്ന് ഉറങ്ങിയാൽ മതി എന്നായിട്ടോ. ഇടിമുട്ടേൻ്റെ പരാക്രമമാണ് കേട്ടോ കണ്ടത്. അവൻ്റെ തൊപ്പി കാണുന്നില്ല, അവന് വണ്ടി കയറി സേഫായി ഇരിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു. അവസാനം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചിട്ടോ. എല്ലാം കൂടി ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം.